തീവെട്ടിയാണെങ്കിലും എൻ്റെ കൈകൾ ശുദ്ധമാണ്. ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, കിഫ്ബി തട്ടിപ്പ് കേസ്, കൈതോൽപ്പാ വിവാദം, മകളുടെ മാസപ്പടി എന്നു വേണ്ട നൂറുകണക്കിന് തീവെട്ടിപ്പണികൾ ചെയ്ത നാറിയ കൈകൾ കാട്ടി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായി വിജയൻ പറയുകയാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന്. നളിനി ജമീല ഞാനിപ്പോഴും കന്യകയാണെന്ന് പറയുന്നത് പോലെ, വീരപ്പൻ ഞാൻ എൻ്റെ കാട്ടിലെ ആനകളെ മക്കളെപ്പോലെയാണ് കരുതുന്നത് എന്ന് പറയുന്നത് പോലെ, ശ്രീ നീജൻ ഞാൻ എൻ്റെ സമുദായത്തിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നത് പോലെ, LDF വരും എല്ലാം ശരിയാകും എന്ന് പറയുന്നത് പോലെ. അത് വിളിച്ചതല്ല അമ്മച്ചി. ലവന്റെ കൈകൾ സംശുദ്ധമാണെന്ന പ്രസ്താവന കേട്ട് ഉള്ളിൽ കിടന്ന് വീർപ്പുമുട്ടിയ ഗ്യാസ് അതിന് പറ്റാവുന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കി ഇറങ്ങിപ്പോയതാണ്. അനീതിക്കെതിരെ പ്രതികരിക്കേണ്ടുന്ന നാക്കുകൾ വായ്ക്കുള്ളിൽ പമ്മിക്കിടക്കുമ്പോൾ ചിലപ്പം പൃഷ്ഠം പോലും പ്രതികരിക്കും. ഏതാണ്ട് ഇപ്പോൾ കേട്ടതുപോലെ. അതിനെ വെറും വളി എന്ന് പറഞ്ഞ് അപമാനിക്കല്ലേ. കൂടുകെട്ടിയ നെഞ്ച് പറ്റാവുന്നതിലും വിരിച്ചു പിടിച്ച് നടന്ന വിജയന്റെ ബോഡി ലാംഗ്വേജ് എന്നു തൊട്ടാണ് മാറിത്തുടങ്ങിയതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. മാസപ്പടി കേസിൽ മകളുടെ ഷെൽ കമ്പനിക്കും മകൾക്കുമെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കേസ് കൈമാറിയ അന്നു മുതലാണ്. അന്നു മുതൽ കുന്തളിച്ച് നടന്ന വിജയന്റെ ശരീരഭാഷയാകെ മാറി. ഏറുപിടുത്തം വിട്ടു, ഉറക്കമില്ലാതെയായി. സംസാരത്തിൽ പതിവില്ലാത്ത വിനയവും മാന്യതയും ഒക്കെ കടന്നു വന്നു. ചെറിയ ചിരിയൊക്കെ മുഖത്ത് വരുത്തുവാനുള്ള ഒരു ശ്രമവുമൊക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ, നീയൊക്കെ പോയി നിന്റെ പണി നോക്കടാ എന്ന് പറഞ്ഞ് നടന്ന വിജയൻ ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ശാന്തമായി മറുപടി പറഞ്ഞു തുടങ്ങി. മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണെന്ന് പിണറായി ആദ്യമായി മൊഴിഞ്ഞു. ഭാര്യ കമലയ്ക്ക് ഒരു പണിയുണ്ടായിരുന്നു എന്ന് പലർക്കും ഇന്നലെയാണ് മനസ്സിലായത്. മോള് എന്തുകൊണ്ടാ വിജയ നിങ്ങൾ ഭരിക്കുന്ന കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാതെ പോയി ബംഗളൂരുവിൽ തുടങ്ങിയത്? നിങ്ങളുടെ നാട്ടിലില്ലാത്ത എന്ത് സംവിധാനമാണ്, സൗകര്യമാണ് ബംഗളൂരിൽ കൂടുതലുള്ളത്? നിങ്ങളുടെ മോള് പോലും ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങുവാൻ പേടിക്കുന്ന ഈ നാടിൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാൻ വേറെ എന്തെങ്കിലും കാര്യം വേണോ? അതുപോലെ വെറും ഒരു ആരോപണമാണെങ്കിൽ എന്തുകൊണ്ടാണ് വിജയ നിങ്ങളുടെ മകൾ ഷെൽ കമ്പനി മാസപ്പടി വിവാദം വന്നപ്പോൾ ഉടനടി പൂട്ടി ക്ലിഫ് ഹൗസിലേക്ക് ഓടിയത്? അതുപോലെ നിങ്ങളുടെ മകൻ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിൽക്കാതെ മിഡിൽ ഈസ്റ്റിൽ പോയി കിടക്കുന്നത്? നിങ്ങളുടെ മകൻ പോലും ഈ നാട്ടിലെ ദുർഭരണം വെറുക്കുന്നു, അതുകൊണ്ടല്ലേ? പക്ഷേ ആ PV ഞാനല്ല കേട്ടോ. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ PVയുടെ ഫുൾ ഫോം പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ എന്നാണ്. അത് വീണയുടെ അച്ഛൻ എന്നാണ്. പിണറായി പറയുന്നത് ആ PV ഞാനല്ല കേട്ടോ എന്നാണ്. അപ്പോൾ ഈ PV ആരാണെന്നത് മറുപടി പറയേണ്ടുന്നത് അമ്മ കമലയാണ്. ജനങ്ങളുടെ ചോദ്യം അതല്ല. മാസപ്പടി മേടിച്ച മുഖ്യമന്ത്രിയുടെ മകളെ ചുമക്കിടുന്ന ബാധ്യത പാർട്ടിക്ക് എന്താണ് എന്നാണ്. വിജയന്റെ മുറ്റത്ത് കിടക്കുന്ന വളർത്തുനായ്ക്കളുടെ റോള് പോലുമില്ല പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗോവിന്ദന്. പറ്റാത്ത കാര്യങ്ങൾ ഏൽപ്പിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് വിഡ്ഢിത്തം പറഞ്ഞ് അവകാശനാകുന്നത് അപ്പം ഗോവിന്ദനല്ല, CPM ആണെന്ന് മനസ്സിലാക്കുക. പാർട്ടി സെക്രട്ടറിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാരാകുന്ന പതിവാണ് പാർട്ടിക്കുണ്ടായിരുന്നത്. ആ സ്ഥാനത്ത് ഒരു കിണയെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കിയവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ആവേശമൊക്കെ കോടിയേരിയുടെ മകന്റെ അഭിഹിത ഗർഭം പൊതിഞ്ഞു വെക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടുണ്ടായില്ല? അതുപോലെ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കടത്ത് കേസിൽ ബംഗളൂരു ജയിലിൽ കിടന്നപ്പോൾ എന്തുകൊണ്ട് ക്യാപ്സൂളുകളുമായി ആരും വന്നില്ല? കാരണം അവിടെ അപ്പന് അല്പം അന്തസ്സുണ്ടായിരുന്നു. പാർട്ടിയെ അതിലേക്ക് വലിച്ചിഴയ്ക്കാതെ മക്കളുണ്ടാക്കിയ കേസിനെ അവരുടെ വഴിക്ക് വിട്ടു. ആ രീതിയിൽ അവർ അത് സെറ്റിൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇവിടെ അപ്പൻ്റെ അതിബുദ്ധിയാണ് മകളെ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ട് വലിച്ചിഴച്ചത്. അതാണ് വ്യത്യാസം. ഇത്രയും തീവെട്ടിക്കൊള്ള നടത്തിയ വിജയനെതിരെ നടപടികളെടുത്ത് അകത്തിടുവാൻ പറ്റിയില്ലെങ്കിൽ, അതിന് തെളിവുകൾ കണ്ടെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഇത് വെറും ഒത്തുകളിയാണ് എന്ന് ജനങ്ങൾ ഉറപ്പിക്കും. ക്ലിഫ് ഹൗസിൽ കേന്ദ്ര ഏജൻസികൾ കയറിയാൽ കേന്ദ്രത്തിലുള്ള കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം 10 മടങ്ങാകും. അവർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണം കിട്ടും. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന BJP നേതാക്കൾ നേരിടേണ്ടി വരുന്ന ചോദ്യം ഈ നാട്ടിൽ നിങ്ങളുടെ പ്രസക്തി എന്തുവാണ് എന്നതായിരിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു തീവട്ടി പോരെ നിങ്ങളും കൂടെ എന്തിനാണ് എന്നതാവും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.